എറണാകുളം ജില്ലയിൽ പണി പൂർത്തിയായി വരുന്ന ഈ ഒരു വില്ല പ്രൊജക്ട് കണ്ടോളൂ. 6 വീടുകളാണ് ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് വരുന്നത്. 69 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീട് സ്വന്തമാക്കാം. ഇതേ കണ്ടീഷനിൽ തന്നെ ഇപ്പൊ വീട് ഏകദേശം 1-2 സെയിലായി. ബാക്കി ഇനി 4 വീടുകളും കൂടെയാണുള്ളത്. അതുകൊണ്ട് ഒട്ടും വൈകരുത്. വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പുക്കാട്ടുപടി റൂട്ടിലാണ് ഈ കാണുന്ന വില്ലകൾ പണി പൂർത്തിയായി വരുന്നത്. ഏകദേശം ഒരു 95% തന്നെ പണികൾ കഴിഞ്ഞതാണ്. അപ്പോഴേക്കും നമുക്ക് 1-2 വീടുകൾ ഏകദേശം സെയിൽ ആയതാണ്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 9.3 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കിഴക്കമ്പലത്തേക്ക് നോക്കുവാണെങ്കിലും പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് നോക്കുവാണെങ്കിലും 2.9 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 13, ആലുവയിലേക്ക് 11, എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ. ഇതിനകത്തേക്ക് നേരെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ വൈഡ് ആയിട്ട് കോബിൾ സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഒരു വലിയ മുറ്റമാണ്. കാറുകളൊക്കെ കടന്നു പോകാനും ഒരു വീട്ടിൽ തന്നെ നമുക്ക് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും കിട്ടുന്നുണ്ട്. 6 വില്ലകളുള്ളതിൽ ഒരെണ്ണം നമുക്കിന്ന് പരിചയപ്പെടാം. ഏകദേശം എല്ലാം ഒരേ ലാൻഡ് അളവും സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ്. 3.5 സെന്റില് 1700 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സൗകര്യവും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസ് പോർഷൻ അവിടെയൊക്കെ ഭംഗിയായിട്ടാണ് സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന കാർ പോർച്ചിൽ നിങ്ങൾക്ക് ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസും റൈറ്റ് സൈഡിൽ കാണുന്ന ആ സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഏരിയയിൽ രണ്ടാമതൊരു കാർക്കും, അങ്ങനെ നിങ്ങളുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നല്ല രീതിയിൽ തന്നെ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് കിച്ചന്റെ പോർഷനൊക്കെ നോക്കിയാലും ഏരിയ സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വാട്ടറിനായിട്ട് വെല്ലുണ്ട്. അതുകൂടാതെ KW ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. വീടിന്റെ റൈറ്റ് സൈഡിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഒരു 3 ചെയറുകളിൽ വീടാവുന്ന നല്ലൊരു സിറ്റ് ഔട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിൽ നോക്കിയാൽ കാണാം ലൈറ്റ് ഫിറ്റിംഗ്സ് കൂടാതെ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ഫാൻ ഫിറ്റിംഗ് കൂടി കിട്ടുന്നുണ്ട്. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള മെയിൻ ഡോർ തുറന്ന് നമുക്ക് നേരെ അകത്തേക്ക് പോവാം. 12 അടി നീളവും 9.5 അടി വീതിയുമുള്ള നല്ലൊരു ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകളെല്ലാം നോക്കിക്കോളൂ. നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് കിട്ടുന്നുണ്ട്. TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ട് നല്ലൊരു ഡിസൈനിൽ ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സും ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ ഒരു പോർഷനിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പോകുമ്പോൾ എൻട്രൻസ് ഇതുപോലെയാണ് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ഓപ്പൺ ഷെൽഫുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. 13.5 അടി നീളവും 10 അടി വീതിയുമുള്ള നല്ലൊരു ഡൈനിങ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് 3 വിൻഡോസ് ആണ്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. അവിടെയും നമ്മൾക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്. സ്റ്റെപ്സ് ഒക്കെ നല്ല വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസും പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെ വരുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ടോപ്പ് പോർഷനിൽ താഴേക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ കിച്ചൺ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എൻട്രൻസിലൊക്കെ നോക്കിയാൽ കാണാം നമുക്ക് ഇവിടെ ഗ്ലാസ് വരാനുണ്ട്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ വുഡൻ പാർട്ടീഷനൊക്കെ കൊടുത്ത നല്ലൊരു ക്രോക്കറി ഷെൽഫാണ്. അകത്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. മുകളിൽ നിറയെ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആണ് കിച്ചൺ വരുന്നത്. നമുക്ക് ഈ ഭാഗത്തോ ഇവിടെ ആയിട്ടാണ് കറക്റ്റ് ആയിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള കളറിലും ഷെയ്ഡിലും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഈവൻ കിച്ചണിൽ പോലും നമ്മൾക്ക് ഇവിടെ ഫാൻ ഫെസിലിറ്റിയും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഡോറിന്റെ പാറ്റേൺ എങ്ങനെയാണ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 14.5-9 അടി ഫീറ്റുള്ള നല്ലൊരു ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ബെഡ്റൂം ആണ്. റൂഫൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഇതുപോലെ ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു ഗ്രേ ഷെയ്ഡിലെ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം വരുന്നത്. ഫിറ്റിംഗ്സ് സെറയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ നമുക്ക് ഗ്ലാസ് ഫിറ്റ് ചെയ്യാറുണ്ട്. കടന്നു വന്ന വഴികളിലെല്ലാം ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഷാൻലിയർ ആണ് കൊടുത്തിരിക്കുന്നത്.
സ്റ്റെപ്പ് കയറി നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഹാള് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂം കണ്ടു, മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 14.5-9 ഫീറ്റുള്ള ബെഡ്റൂമാണ് കിട്ടുന്നത്. ചുറ്റിനും ആവശ്യത്തിന് വിൻഡോസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് ഗ്രേ ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന നല്ലൊരു ടൈലാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വലിയൊരു ബാൽക്കണി തന്നെയാണ് കിട്ടുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്ക് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 13 അടി നീളവും 9.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. അടുത്തടുത്തായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ ഓപ്പൺ കബോർഡുകളൊക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ നല്ലൊരു സ്പേഷ്യസ് ആയ ഏരിയ കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ബാത്റൂമിനകത്തും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി റൂം കൂടി കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്ന സേഫ് ആയ ഒരു റൂമാണ് യൂട്ടിലിറ്റിക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഏജ് ആയവർക്കാണെങ്കിൽ പോലും കയറി പോകാവുന്ന രീതിയിൽ കോൺക്രീറ്റിൽ സേഫ് ആയിട്ടാണ് ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഈ ഒരു 69 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വീടുകൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വില്ലകൾ വന്നാൽ പെട്ടെന്ന് സെയിൽ ആവുകയും ചെയ്യും. നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് 6 വീടുകളാണ് വരുന്നത്. ഒറ്റൊരു യൂണിറ്റിനകത്താണ് എല്ലാം കൂടി വരുന്നത്. എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി കിഴക്കമ്പലം റൂട്ടിലാണ്. ഇൻഫോ പാർക്കിലേക്കൊക്കെ വെറും 9.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഓരോ വീടുകൾ നോക്കുവാണെങ്കിലും 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3.5 സെന്റ് ഓഫ് ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ വീടുകളിലും നിങ്ങൾക്ക് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. 69 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ ലോൺ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇപ്പോൾ മാർബിൾ ഹോംസ് വഴി ഈ കാണുന്ന വീടുകൾ സ്വന്തമാക്കാം. സ്ക്രീനിൽ നമ്പറുകളുണ്ട്. വിളിച്ചിട്ട് പിക്ക് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടാൽ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള വീടുകൾ ഫാസ്റ്റ് സെയിലിംഗ് ആണ്. പെട്ടെന്നാണ് സെയിലായി പോകുന്നത്. അതുകൊണ്ട് ഒട്ടും ലേറ്റ് ആക്കണ്ട. നമ്പറുകൾ സ്ക്രീനിലുണ്ട്, വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.